ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കൂ. നിരവധി ഭക്തർക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ ലളിതമായ ഒരു പ്രാർത്ഥനാ രീതിയാണിത്. മറ്റു ഭക്തർക്കും പകർന്നു കൊടുക്കുക. നമ്മൾ ദർശനത്തിനെത്തുമ്പോൾ രുദ്രതീർത്ഥത്തിൽ ക്ഷേത്രകുളത്തിൽ കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തിയ ശേഷം 3 താമരപ്പൂക്കളോ കദളിപ്പഴമോ വാങ്ങണം. ആദ്യം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള അത്തിമര ഗണപതിക്ക് ഒരു പഴമോ താമരപ്പൂവോ സമർപ്പിക്കുക. അതിനുശേഷം ക്ഷിപ്രഗണപതി മന്ത്രമായ ഗം ക്ഷിപ്രപ്രസാദനായ നമഃ എന്ന മന്ത്രം ചൊല്ലി ഒരു പ്രദക്ഷിണം വയ്ക്കുക. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തിൻ്റെ മുന്നിൽ നിന്ന് ദേവിയുടെ മൂലമന്ത്രമായ ഓം പാർവത്യേ നമഃ, ഓം അന്നപൂർണേശ്വരി സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി എന്നീ മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം കൂവളത്തിന് പ്രദക്ഷിണം വെച്ച് വില്വാഷ്ടകമോ മഹാദേവ മന്ത്രമായ ശ്രീ രുദ്രായ പാപരാശി നിവർത്തകായ ഹ്രീം രുദ്രാത്മനെ ശാന്തായ നിത്യായ നിർമ്മലാത്മനെ ഹ്രീം ഐം കൽമഷഹരായ നമഃ ശിവായ എന്ന മന്ത്രമോ പഞ്ചാക്ഷരി മന്ത്രമോ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ച് പടിഞ്ഞാറ് നടയിലൂടെ രുദ്രതീർത്ഥം ചുറ്റി വരുമ്പോൾ വടക്കേ നടയിലെ നാരായണാലയം കാണാം. പടി കടക്കുമ്പോൾ തന്നെ ഇടതുവശത്തായി ഭഗവാന്റെ പരമഭക്തനായ പൂന്താനം പൂജിച്ച മുരളീധര വിഗ്രഹമുണ്ട്. അവിടെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്ന ശ്രീകൃഷ്ണമന്ത്രം ചൊല്ലി പുറത്തു കടന്നാൽ തൊട്ടടുത്ത് തന്നെ നാരായണീയ സമിതി കാണാം. അവിടെ ചെന്ന് ഭഗവത്ഗീത ആവശ്യപ്പെട്ടാൽ പണം കൊടുക്കാതെ തന്നെ നമുക്ക് ലഭിക്കും. ഒരുപാട് പ്രത്യേകതകളുള്ള ഭഗവത്ഗീത വാങ്ങി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാന്റെ തിരുമുമ്പിൽ ചെന്ന് സങ്കടമോചനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീത 3 പ്രാവശ്യം തലകുഴിഞ്ഞ് അർജുനൻ ഭഗവാനെ സ്തുതിച്ച ഗീതയിലെ വിശ്വരൂപസ്തുതി ഒരു പ്രാവശ്യം ചൊല്ലൂ. പിന്നെ കയ്യിൽ കരുതിയ കദളിപ്പഴമോ താമരമൊട്ടോ ഭഗവാനെ സമർപ്പിക്കുകയും അതിനുശേഷം പ്രദക്ഷിണ വഴികളിലൂടെ 18 പ്രാവശ്യം നാമജപത്തോടെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം. ഇത്രയും മതി. നിസ്സംശയം പറയുന്നു, അങ്ങയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഇത് ഞാനുൾപ്പെടെയുള്ള ഭക്തരനുഭവത്തിൻ്റെ കഥയാണ്. 3 താമരപ്പൂവും ഒരു ഭഗവത്ഗീതയും ചേർത്ത് ഒരു നിമിഷം കൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന കണ്ണൻ ഒരു ഭുവനപുരിയിലല്ലാതെ മറ്റെവിടെയാണുള്ളത്? ഭഗവാൻ ഉപദേവതകളെ വണങ്ങി വിധിപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഹരേ കൃഷ്ണ.